ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മൊബൈൽ ഫോണിൽ പല വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എല്ലാം ലോഗിൻ ചെയ്യുന്നതിന് ID പാസ്വേഡ് എല്ലാം കൊടുത്തായിരിക്കും ലോഗിൻ ചെയ്യുക. എന്നാൽ അതേ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ എല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്രകാരം വീണ്ടും വീണ്ടും ഈ ID പാസ്വേഡ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു സമയത്ത് നിങ്ങൾ മൊബൈൽ ഫോൺ എല്ലാം മാറ്റാൻ തീരുമാനിച്ചു. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ എല്ലാം ലോഗിൻ ചെയ്യണമെങ്കിൽ പലപ്പോഴും ഇതിൻ്റെ പാസ്വേഡ് ഒന്നും ഓർമ്മയിൽ കാണില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ചില യൂസർ നെയിം എല്ലാം ഓർമ്മയുണ്ടായി എന്ന് വരാം. എന്നാൽ അതിന് കൊടുത്തിരിക്കുന്ന പാസ്വേഡ് ഇത് നിങ്ങൾക്ക് ഓർമ്മയിൽ വരണമെന്നില്ല. അതിനാൽ തന്നെ നമ്മൾ ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് ഇത് എങ്ങനെയാണ് നമുക്ക് റിക്കവർ ചെയ്യുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കുറേ പേർ പറയാറുള്ള ഒരു പ്രശ്നമാണിത്. അതായത് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ്റെ പാസ്വേഡ് എല്ലാം മറന്നുപോയി, അതിനാൽ തന്നെ എനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി നേരത്തെ നമ്മൾ യൂസ് ചെയ്തിരുന്ന മൊബൈൽ യൂസ് ചെയ്ത് നമ്മുടെ ജിമെയിൽ എന്ന ഓപ്ഷനിൽ പോവുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിലായി ഒരു പ്രൊഫൈൽ ഐക്കൺ കാണാം, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാം, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്കിത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ പാസ്വേഡ് മാനേജർ എന്നൊരു ഓപ്ഷൻ കാണാം, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾ ലോഗിൻ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് അതുപോലെ സൈറ്റ് എല്ലാം കാണാൻ സാധിക്കും. ഇതിൽ ഞാൻ ആദ്യം വന്നിരിക്കുന്ന adobe.com എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നിങ്ങളോട് ജിമെയിൽ ID പാസ്വേഡ് ചോദിക്കും. ഇത് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ adobe.com എന്നതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന യൂസർ നെയിം അതുപോലെ പാസ്വേഡ് എല്ലാം കാണാം. അതായത് പാസ്വേഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പാസ്വേഡ് കാണാൻ സാധിക്കും. ഇപ്രകാരം നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന എല്ലാ സൈറ്റുകളും ഇവിടെ കാണാം. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്നും നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ ID പാസ്വേഡ് എല്ലാം നോട്ട് ചെയ്ത് ഇത് നിങ്ങളുടെ പുതിയ ഡിവൈസിൽ എൻ്റർ ചെയ്ത് ആ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിലെല്ലാം ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്